ധ്യാനെ, അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോണു. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? എന്നോട് നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു ധ്യാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയിട്ട് വരും. അല്ലേലും ഈ സിനിമാക്കാരൊക്കെ എങ്ങനെയാടാ, കഴിവില്ലാത്തമാരൊന്നും അവന്മാരെടുക്കത്തില്ല. ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്, സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞോ? സത്യം പറഞ്ഞു. അത് അപകടമായി കാണുമല്ലോ. ചെറിയ അപകടമായിട്ട്. ഈശ്വരനെ അനുഗ്രഹിച്ച എല്ലാം ശരിയാവും. ചേട്ടനോടൊക്കെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ചെറിയ രീതിയിൽ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചല്ലോ, എന്നിട്ട് അവനെന്നെ ചതിച്ചു കളഞ്ഞല്ലോ റോയിച്ച. ഇന്റർവ്യൂവിലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളി മറിച്ചില്ലല്ലേ? ഇല്ലില്ല, ഞാൻ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മളെ ഈ വിഷു വിട്ടേ കിട്ടും മോനെ, ഈ വിഷു വിട്ടേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മാത്രമല്ല, ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കോ? ആ കൂടെ തുള്ള